വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വണക്കമാസം 8-ാം ദിവസം. വിശുദ്ധ യൗസേപ്പ് തിരുക്കുടുംബത്തിൻ്റെ നാഥൻ. നരകുല പരിത്രാതാവായ ഈശോ മിശിഹ മനുഷ്യനായി അവതീർണനാകുവാൻ തിരുമനസ്സായി. അവിടുന്ന് ഒരു കുടുംബത്തിലെ അംഗമായിട്ടാണ് ജനിച്ചത്. നസ്രസിലെ വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കന്യകാമറിയവുമായിരുന്നു ആ ദമ്പതികൾ. കുടുംബനാഥനായി ദൈവം തിരഞ്ഞെടുത്തത് വിശുദ്ധ യൗസേപ്പിനെയാണ്. അദ്ദേഹം ഒരു മാതൃകാ കുടുംബനാഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയായ പരിശുദ്ധ കന്യകയെ ആത്മാർത്ഥമായും ഭർത്തൃസഹജമായും വളർത്തുകുമാരനായ ഈശോ മിശിഹായെ പിതൃതുല്യവും സ്നേഹിച്ചിരുന്നു. പരിശുദ്ധ കന്യകയുടെയും ഈശോ മിശിഹായുടെയും ജീവിത സുഖ സൗകര്യങ്ങളിൽ അദ്ദേഹം ദത്തശ്രദ്ധനായിരുന്നു. പരസ്പര സ്നേഹവും സഹകരണവും ധാരണയും ആ കുടുംബത്തിൽ കളിയാടി. പരസ്പര സേവനം അർപ്പിക്കുന്നതിലും അവർ തൽപരരായിരുന്നു. നസ്രസിലെ തിരുക്കുടുംബം ഭൂമിയിലെ ഒരു സ്വർഗമായിരുന്നു. ഓരോ കത്തോലിക്ക കുടുംബവും നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ പ്രതീകമായിരിക്കണം. ഭാര്യയും ഭർത്താവും മാതാപിതാക്കന്മാരും മക്കളും സഹോദരങ്ങളും തമ്മിലും പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും സേവനത്തിലും കഴിയണം. ഈശോ മിശിഹ അവിടുത്തെ പരിത്രാണ കർമ്മത്തിന് മകുടമണിയുന്ന കപാലഗിരിയിലെ മഹായജ്ഞത്തിന് 3 മണിക്കൂറും പരസ്യ ജീവിതത്തിന് 3 വത്സരവും മാത്രം വിനിയോഗിച്ചപ്പോൾ അവിടുന്ന് നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ വിശുദ്ധ യൗസേപ്പിനും പരിശുദ്ധ കന്യകയ്ക്കും കീഴ്വഴങ്ങി 30 വത്സരം ജീവിച്ചു. അതിലൂടെ അവിടുന്ന് തങ്ങളുടെ പരിപാവനതയെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. നമ്മുടെ കത്തോലിക്ക കുടുംബാംഗങ്ങൾ പരസ്പര സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും നികേതനങ്ങളായിരിക്കണം. അവിടെ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കേണ്ടതാണ്. ക്രിസ്തീയമായ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ നിലനിൽക്കണം. അതിന് കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കേണ്ടതാണ്. ഒരു മാതൃകാ ഭർത്താവിനും ഭാര്യയ്ക്കും വേണ്ട ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം അവർ കുടുംബജീവിതം നയിക്കേണ്ടിയിരിക്കുന്നു. ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരം വിശദീകരിക്കുവാനും കുട്ടികളെ വിശദീകരിക്കുവാനും ചുമതലയുണ്ട്. പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യൗസേപ്പും അതിന് നമുക്ക് മാതൃക കാണിച്ചു തരുന്നു. സന്താനങ്ങളുടെ സ്വഭാവ രൂപവൽക്കരണം, കത്തോലിക്ക വിദ്യാഭ്യാസം, മതപഠനം മുതലായ കാര്യങ്ങളിൽ മാതാപിതാക്കന്മാർ ശ്രദ്ധ പതിപ്പിക്കണം. സന്താനങ്ങളുടെ ആത്മരക്ഷയെ സംബന്ധിച്ച് മാതാപിതാക്കന്മാർ നിത്യവിദ്യാളനായ ക്രിസ്തുവിൻ്റെ പക്കൽ കണക്ക് കേൾപ്പിക്കേണ്ടതായി വരും. കുടുംബങ്ങളെ ക്രൈസ്തവമാക്കി തീർക്കുകയാണ് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രേക്ഷിത വൃത്തി. കുടുംബത്തിൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ സുസ്ഥിതിയിൽ ദത്തശ്രദ്ധരായിരിക്കണം. പരസ്പര സ്നേഹമുള്ള കുടുംബം സ്വർഗത്തിൻ്റെ മുന്നോടിയാണ്. സ്നേഹമില്ലാത്ത കുടുംബം നരകത്തിൻ്റെ പ്രതീകമത്രേ. സംഭവം: ഒരിക്കൽ നിരപരാധിയായ ഒരു യുവാവ് ഭയങ്കരമായ ഒരു അപകീർത്തിക്ക് പാത്രമായി. താൻ ആത്മാർത്ഥമായി സ്നേഹിച്ച പെൺകുട്ടി അയാളെ വഞ്ചിച്ചു. അസന്മാർഗമായ കാര്യങ്ങൾക്ക് അവൾ ആ യുവാവിൽ കുറ്റം ആരോപിച്ചു. സമുദായ മധ്യത്തിൽ അപമാനിതനായ താൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന വിചാരത്തോടെ അയാൾ ആത്മഹത്യയ്ക്കായി സ്വന്തം മുറിയിൽ പ്രവേശിച്ചു. ആത്മഹത്യയ്ക്ക് ഒരുങ്ങുകയായിരുന്നെങ്കിലും പതിവ് പോലെ നന്മരണ മധ്യസ്ഥനായ മാർ യൗസേപ്പ് പിതാവിനോടുള്ള പ്രാർത്ഥന അയാൾ മുടക്കിയില്ല. അതിനുശേഷം വിഷദ്രാവകം നിറച്ച കുപ്പി ചുണ്ടോടടുപ്പിച്ചു. മരണത്തിന് നിമിഷങ്ങൾ പോലും ബാക്കിയില്ല. ടക് ടക്. വാതിലിൽ ശക്തിയായി മുട്ടുകേൾക്കുന്നു. സാഷായിട്ട മുറിയുടെ വാതിൽ യുവാവ് തുറന്നു. രോഗിണിയായി വളരെ വർഷങ്ങൾ കിടന്ന കിടപ്പിലായിരുന്ന അയാളുടെ വല്യമ്മ വന്നു നിൽക്കുന്നു. അവർ പറഞ്ഞു, "കുഞ്ഞെ, നീ ആത്മഹത്യ ചെയ്യാൻ പോവുകയായിരുന്നില്ലേ?" "അതേ വല്യമ്മേ," അയാൾ കരഞ്ഞുകൊണ്ട് പ്രതിവചിച്ചു. "നീ ആത്മഹത്യ ചെയ്യുവാൻ പോകുന്നതായി ഞാനൊരു സ്വപ്നം കണ്ടു. ഈ മഹാപാതകം നീ ചെയ്യരുത്. മാർ യൗസേപ്പ് പിതാവിനെ ഓർത്ത് എല്ലാം ശാന്തമായി സഹിക്കുക." നിന്നേക്കാൾ വലിയ അപകീർത്തിക്ക് പാത്രമായിട്ടും യൗസേപ്പ് പിതാവ് സന്തോഷപൂർവ്വം എല്ലാം സഹിച്ചല്ലോ. 6 വർഷമായി കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയാതെ കിടന്ന എനിക്ക് ശക്തി തന്നത് വിശുദ്ധ യൗസേപ്പ് പിതാവാണ്. "കുഞ്ഞെ, നീ ഒളിച്ചു വെച്ചിട്ടുള്ള വിഷക്കുപ്പി ഇങ്ങ് തരൂ" എന്ന് പറഞ്ഞ്
വിഷം നിറച്ചിരുന്ന കുപ്പി വാങ്ങി വൃദ്ധയായ ആ സ്ത്രീ ജനാലയിൽ കൂടി പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. യുവാവ് ചെയ്യാത്ത തെറ്റ് അപമാനിച്ച ദുഷ്ടസ്ത്രീ പിറ്റേ ദിവസം പരസ്യമായി തൻ്റെ തെറ്റ് അറിയിച്ച് അയാളോട് മാപ്പ് പറഞ്ഞു. ജപം. തിരുക്കുടുംബനാഥനായ വിശുദ്ധ യൗസേപ്പേ, അങ്ങ് ഒരു മാതൃകാ കുടുംബനാഥനായിരുന്നുകൊണ്ട് തിരുക്കുടുംബത്തെ നയിച്ചിരുന്നുവല്ലോ. വത്സല പിതാവേ, നാഥമാരും തങ്ങളുടെ ചുമതല വേണ്ട വിധത്തിൽ ഗ്രഹിച്ച് കുടുംബജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ പ്രതീകങ്ങളായി തീരട്ടെ. കുടുംബങ്ങളിൽ ക്രിസ്തീയമായ അന്തരീക്ഷവും സ്നേഹവും സമാധാനവും പരസ്പര സഹകരണവും നിലനിർത്തണമേ. കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയും പാവനതയും നശിപ്പിക്കുന്ന ഘടകങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങളിൽ പ്രവേശനം ലഭിക്കാതിരിക്കുവാനുള്ള അനുഗ്രഹം വത്സല പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തിരുമേനിയോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശുദ്ധ സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനനിയുടെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ വളർത്തു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിരക്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിവേകിയായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാധീരനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം അനുസരണയുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകളുടെ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർഭാഗ്യരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭർത്താവായി മാറിയ യൗസേപ്പിനെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ ദൈവമേ, ഭൂമിയിൽ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധൻ സ്വർഗത്തിലും ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുവാൻ കൃപയുണ്ടാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ മാറിയ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പ് പിതാവിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം.
നീതിമാനായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിമാനായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിമാനായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.